വിശ്വാസം നഷ്ടപ്പെടുന്നവരുടെ മുൻപില്, തള്ളി പറയുന്നവരുടെ മുൻപില് സത്യവിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുവാൻ തക്കവണ്ണം കരുത്തുള്ളവരായി നിങ്ങൾ ഓരോരുത്തരും മാറണം. യേശുക്രിസ്തുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്, അധികാരമുണ്ട്. അവന്റെ നാമത്തിന് മുമ്പിൽ എല്ലാ മുട്ടുകളും മടക്കപ്പെട്ടു. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ. വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ. വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ. വിശ്വാസത്തിനാൽ ജോർദാനുണങ്ങും. വിശ്വാസത്തിനാൽ ചെങ്കടൽ കടക്കും. വിശ്വാസത്തിനാൽ ജോർദാനുണങ്ങും. വിശ്വാസത്തിനാൽ ചെങ്കടൽ കടക്കും. വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ. വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ. വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ. വിശ്വാസത്തിനാൽ കോട്ടകൾ തകരും. വിശ്വാസത്തിനാൽ പാറകളുടെയും. വിശ്വാസത്തിനാൽ കോട്ടകൾ തകരും. വിശ്വാസത്തിനാൽ പാറകളുടെയും. വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ. വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ. വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ. വിശ്വാസത്തിനാൽ ആകാശമടയും. വിശ്വാസത്തിനാൽ ആകാശം പിളരും. വിശ്വാസത്തിനാൽ ആകാശമടയും. വിശ്വാസത്തിനാൽ ആകാശം പിളരും. വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ. വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ. വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ. വിശ്വാസത്തിനാൽ വാൾമുനയൊടിയും. വിശ്വാസത്തിനാൽ സിംഹങ്ങളടങ്ങും. വിശ്വാസത്തിനാൽ വാൾമുനയൊടിയും. വിശ്വാസത്തിനാൽ സിംഹങ്ങളടങ്ങും. വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ. വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ. വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ. ദൈവത്തിന്റെ വചനം വാഗ്ദാനം നൽകുന്നു. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവന്റെ നാമം മൂലം പാപമോചനം നേടുമെന്ന് അവനെക്കുറിച്ച് പ്രവാചകന്മാർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ബുക്ക് ഓഫ് ആക്ട്സ് 10:43, അപ്പോസ്തല പ്രവർത്തനം 10:43 വാഗ്ദാനമാണത്. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും യേശുവിന്റെ നാമം മൂലം പാപങ്ങളിൽ നിന്ന് സ്വതന്ത്രരാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ പിതാവേ, ഞങ്ങൾ ഇവിടെ യേശുവിന്റെ നാമത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. ഞങ്ങൾ യേശുവിനെ വിശ്വസിച്ച് കടന്നു വന്നിരിക്കുകയാണ്. ദൈവമേ, വിശ്വാസം കണക്കിലെടുത്ത് ഞങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ നാമം എല്ലാ നാമത്തിലും ഉപരിയായ നാമമാണ്. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും അധികാരവും ശക്തിയുള്ള ഒരേ ഒരു നാമം, യേശുവിന്റെ നാമം മാത്രം ഏറ്റുപറയുന്നു.
യേശുവിന്റെ നാമത്തിന് മുമ്പിൽ മറ്റെല്ലാ ശക്തികളും കീഴടങ്ങട്ടെ. സകല പാമ്പുകളും തേളുകളും സകല പാപശക്തികളും മുട്ടും മടങ്ങട്ടെ, കീഴടങ്ങട്ടെ. യേശു നാമത്തിൽ വിട്ടും മാറിപ്പോകട്ടെ. നിങ്ങളെ ഭരിക്കുന്ന പാപത്തിന്റെ ദുരാത്മാക്കൾ യേശു നാമത്തിൽ വിട്ടും മാറിപ്പോകട്ടെ. ഓരോ മക്കൾ സ്വതന്ത്രത്തെ യേശുയുടെ നാമത്തിൽ എല്ലാ ദുഷ്ടങ്ങളും വിട്ടും മാറിപ്പോകട്ടെ. I bind you spirits of darkness. I rebuke you. Command you to come out of the children of God. Leave them now. The name of Jesus Christ of Nazareth. വിട്ടു മാറിപ്പോകട്ടെ. വെറുപ്പിന്റെ, കോപത്തിന്റെ, പകയുടെ, പ്രതികാരത്തിന്റെ, ജഡമോഹത്തിന്റെ, ലോകമോഹത്തിന്റെ ദുരാശകളെ, ദുരാത്മാക്കളെ ബന്ധിക്കുന്നു. വിട്ടുപോ. യേശുവിന്റെ നാമത്തിൽ വിട്ടു മാറിപ്പോകട്ടെ. ഒരു ശരീരത്തെ വിട്ടുപോകട്ടെ, ഹൃദയങ്ങളെ വിട്ടുപോകട്ടെ, മനസ്സിനെ വിട്ടു മാറിപ്പോകട്ടെ. ദൈവജനം സ്വതന്ത്രമായി തീരട്ടെ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ബി ഫ്രീ, ബി ഫ്രീ. യേശുവിന്റെ നാമത്തിൽ സ്വതന്ത്രരാകട്ടെ. സകല കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ, ബന്ധനങ്ങൾ തകരട്ടെ, സ്വതന്ത്രരാകട്ടെ. അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവൻ നീതിയായിട്ട് പരിഗണിക്കപ്പെട്ടു. അബ്രാഹാം വിശ്വസിച്ചത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ അത് അബ്രാഹത്തിന് നീതിയായിട്ട് പരിഗണിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ, ഹൃദയത്തിൽ എഴുതപ്പെടട്ടെ. വിശ്വാസത്തിന്റെ വചനങ്ങൾ ഇന്ന് നമുക്കറിയാം, നമ്മോട് കർത്താവ് നേരിട്ട് സംസാരിക്കാൻ വരുന്നില്ല. അന്ന് ദൈവം അബ്രാഹത്തോട് സംസാരിച്ചു, ഗബ്രിയേൽ മാലാഖ മറിയത്തോട് സംസാരിച്ചു. അപ്പൊ ദൈവം എന്നോടൊന്നും മറുപടി പറഞ്ഞിട്ടില്ലല്ലോ, പറയുന്നില്ലല്ലോ, പിന്നെ ഞാൻ എന്താ വിശ്വസിക്കേണ്ടത്? അന്ന് ദൈവം ദൂതൻ വഴി സംസാരിച്ചിട്ടുണ്ട്. അബ്രാഹത്തോട് ദൈവം സംസാരിച്ചു, ദൂതൻ വഴി മറിയത്തോട് സംസാരിച്ചു. അപ്പോൾ അവർക്ക് ദൈവത്തിൽ നിന്നും ഇടപെടലുണ്ടായി. ദൈവം സംസാരിച്ചു അവരോട്. പക്ഷെ ഒരു മനുഷ്യൻ ചിന്തിക്കുകയാണ്, എന്നോട് ദൈവം സംസാരിച്ചിട്ടേ ഇല്ലല്ലോ, എന്നോട് ഒരു കാര്യം ദൈവനോട് പറയുന്നില്ല, പിന്നെ ഞാൻ എന്താണ് വിശ്വസിക്കേണ്ടത്? ദൈവം അബ്രാഹത്തോട് വാഗ്ദാനം ചെയ്തതുകൊണ്ട് അബ്രാഹാം അത് വിശ്വസിച്ചു. അതവൻ നീതിയായിട്ട് പരിഗണിക്കപ്പെട്ടു. മറിയത്തോട് ദൂതൻ പറഞ്ഞു ദൈവത്തിനൊന്നും അസാധ്യമല്ലോ എന്ന് ദൂതൻ മറിയത്തോട് സംസാരിച്ചു. അത് മറിയത്തിനും നീതിയായി പരിഗണിക്കപ്പെട്ടു. എന്നോട് ദൈവം ഒന്നും സംസാരിച്ചിട്ടേ ഇല്ല, ഞാൻ ദൈവത്തെ കണ്ടിട്ട് പോലുമില്ല, അറിയുന്നുമില്ല. ഒരു മനുഷ്യൻ ചിന്തിക്കുകയാണ്. പക്ഷെ അവൻ എന്താണ് വിശ്വസിക്കേണ്ടത്? അവൻ എങ്ങനെ വിശ്വാസത്തിൽ വളരണം? എൻ്റെ ചോദ്യം അതാണ്. നമുക്ക് നൽകപ്പെട്ട തിരുവചനങ്ങൾ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഓരോ വചനങ്ങളും ഇന്ന് അത് നമുക്കുള്ള, എനിക്കുള്ളതാണ് ഓരോ വാക്കുകളും. ഹല്ലേലൂയ. അബ്രാഹാം ഇന്നില്ല, ഇസ്ഹാക്കില്ല, യാക്കോബ്, യോസഫ് ആരുമില്ല. പക്ഷെ ഞാനുണ്ട്, ദൈവത്തിൻ്റെ വചനമുണ്ട്. ഈ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ എഴുതപ്പെട്ട ഓരോ വചനങ്ങളും ദൈവം എന്നോട് സംസാരിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിട്ട് മാറും. ഹല്ലേലൂയ. ആരും വിചാരിക്കേണ്ട ദൂതൻ വന്ന് സംസാരിക്കട്ടെ, അല്ല ദൈവം സംസാരിക്കട്ടെ. ഇല്ല, ഇതാ ദൈവം നമുക്ക് സംസാരിച്ച് കഴിഞ്ഞ് ഇവിടെ എഴുതപ്പെട്ട് വെച്ചിരിക്കുകയാണ് ഈ വചനങ്ങൾ. ഇത് ഞാൻ വിശ്വസിക്കണം, ഇത് വിശ്വസിക്കണം. ഇത് വിശ്വസിക്കുമ്പോഴാണ് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. പുതിയ നിയമത്തിൽ യേശു പറഞ്ഞ എത്രയോ കാര്യങ്ങളുണ്ട്. യേശുവിൻ്റെ വാഗ്ദാനങ്ങൾ, എത്രയോ വചനങ്ങൾ നമുക്ക് നൽകി യേശു തന്നിട്ടുണ്ട്. അതെല്ലാം നാം വിശ്വസിക്കാൻ തയ്യാറാകണം. ആ വിശ്വാസം ഉറച്ചു നിന്നെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഇവരുടെ നമ്മളെ നശിപ്പിക്കുവാൻ, തകർക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ, നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റിക്കൊണ്ടുപോകുവാൻ ദൈവത്തിനെ നമ്മുടെ ശത്രുവായ പിശാച് ഓരോ നിമിഷവും കടഞ്ഞ് പരിശ്രമിക്കുന്നവനാണ്. മനുഷ്യർ ദൈവത്തിലുള്ള പ്രത്യാശയും വിശ്വാസവും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ അടുത്തത്? ദൈവത്തിലെ വിശ്വാസം നഷ്ടപ്പെട്ടു, പ്രത്യാശ നഷ്ടപ്പെട്ടു, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല, ദൈവത്തോട് ഒരു ബന്ധവുമില്ല. പിന്നെ അവൻ്റെ ജീവിതം പിശാചിന്റെ കയ്യിലായി. നിരാശയായ ജീവിതം. എന്തിനു ജീവിക്കണം? മരണത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാണ്. പിന്നെ മരണത്തിന് വഴി തിരഞ്ഞെടുക്കുകയാണ്. ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുക പിശാചിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിലെ വിശ്വാസത്തെ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിലുള്ള വിശ്വാസം നിലനിർത്തുവാൻ നമുക്ക് യേശു നമുക്ക് വാഗ്ദാനങ്ങൾ വിശ്വസിക്കണം. റോമാലേഖനത്തിൽ ഇവിടെ നമ്മളോട് ആറ് ടിപ്പുകൾ നമുക്ക് തരുന്നുണ്ട്, പരിശുദ്ധം നൽകുന്നുണ്ട് വിശ്വാസത്തിൽ വളരുവാനായിട്ട്. റോമാലേഖനം 4-ാമത്തെ അധ്യായത്തിൽ 18 മുതൽ വചനം. നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കുമെന്ന് പറയപ്പെട്ടതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. 100 വയസ്സായ തന്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും സാറിന്റെ ഉദരം അന്ത്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ
ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. വാഗ്ദാനം നിറവേറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ വിശ്വാസം അവൻ നീതിയായി പരിഗണിക്കപ്പെട്ടത്. ഇവിടെ 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് പരിശുദ്ധാത്മാവ് വിശ്വാസത്തിൽ വളരുവാൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എത്രമാത്രം ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ വളരുന്നുവോ അത്രയും അധികമായിട്ട് എൻ്റെ വിശ്വാസം വർദ്ധിക്കും. ലൂക്കോയുടെ സുവിശേഷം അധ്യായം 6-ാം അധ്യായത്തിൽ 46 മുതലുള്ള വചനം. നിങ്ങളെന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശനാണെന്ന് ഞാൻ വ്യക്തമാക്കാം. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദൃശനാണവൻ. വെള്ളപ്പൊക്കമുണ്ടാവുകയും ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു. എന്നാൽ ആ വീടിനെ ഇളക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ അത് ബലിഷ്ഠമായി പണിയപ്പെട്ടിരുന്നു. വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമേൽ വീട് പണിതവന് തുല്യൻ. ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു, ഉടനെ അത് നിലംപതിച്ചു. ആ വീടിൻ്റെ തകർച്ച വലുതായിരുന്നു. ഇവിടെ യേശു പറയാണ്, ഒരു വീട് പണിയുമ്പോൾ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനപ്പെട്ടവൻ്റെ ഭവനം അത് ഉറപ്പുള്ള ഭവനമായിരിക്കും. എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശനാണെന്ന് ഞാൻ വ്യക്തമാക്കാം. 48-ാമത്തെ വചനം. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിമാനായ മനുഷ്യ സദൃശനാണ് അവൻ. യേശു പറയാണ്, നിന്റെ ജീവിതം, ആത്മീയ ജീവിതം അത് ആഴത്തിൽ കുഴിക്കണം. അടിയിൽ പാറ കാണുവോളം, ഉറപ്പ് കാണുവോളം. ഒരു വീട് പണിയുന്നവൻ മണ്ണ് മാറ്റി അടിയെത്തി ഉറപ്പുള്ള പാറ കാണുമ്പോൾ അവിടെ അടിസ്ഥാനം ഇടുകയാണ്. അതിലാണ് വീട് കെട്ടിടങ്ങൾ ഉയർത്തുന്നത്. യേശു പറയാണ്, നിന്റെ ആത്മീയ ജീവിതം ഇതുപോലെ ആഴത്തിൽ കുഴിച്ച്, അത് മണൽപ്പുറത്തല്ല പണിയേണ്ടത് അടിസ്ഥാനം ഇടേണ്ടത്, മറിച്ച് പാറമേൽ അടിസ്ഥാനം ഇടണം. പ്രിയപ്പെട്ടവരെ, ആഴത്തിൽ കുഴിക്കുക എന്ന് പറഞ്ഞാൽ ആഴത്തിൽ വിശുദ്ധീകരിക്കപ്പെടണം. എൻ്റെ ജീവിതം ആഴമായി വിശുദ്ധീകരിക്കപ്പെട്ട് വചനമെന്ന പാറമേലിന് അടിസ്ഥാനം ഞാൻ ഇടണം. നമ്മുടെ വിശ്വാസം ഒരു ക്ഷണികമായി മാറരുത്. മത്തായി സുവിശേഷം 14 28-ാമത്തെ വചനം. പത്രോസിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ആണെങ്കിൽ ഞാൻ ജലത്തിന് മീതെ കൂടി അങ്ങനെ അടുക്കലേക്ക് വരാൻ കൽപ്പിക്കുക. വരൂ, അവൻ പറഞ്ഞു. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുക്കലേക്ക് നടന്നു ചെന്നു. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ, രക്ഷിക്കണമേ. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. ഇവിടെ നോക്കുക, പത്രോസ് എടുത്ത് ചാടി യേശുവിനെ കണ്ടപ്പോഴേക്കും അത് യേശുവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ എടുത്ത് ചാടി ചോദിക്കുക, കർത്താവേ, ഞാൻ വരട്ടെ? പോരാൻ പറഞ്ഞു. അവൻ്റെ വിശ്വാസം ദുർബലമായ വിശ്വാസം, ഉറപ്പുള്ള വിശ്വാസമായിരുന്നില്ല. ആഴത്തിൽ കുഴിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അടിസ്ഥാനം പാറമേലായിരുന്നില്ല. 3 വർഷം യേശുവിനോട് നടന്നത് ശരി തന്നെ. ഇപ്പോൾ യേശുവിനുള്ള വിശ്വാസം പക്ഷെ ഉറപ്പുള്ളതായിരുന്നില്ല. ഇത് പലപ്പോഴും നമുക്ക് സംഭവിക്കുകയാണ്. നമ്മുടെ അടിസ്ഥാനം പലപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിൽ അല്ലാതെ പോകുന്നത് കൊണ്ട് അത് വെറും വിശ്വാസം മാത്രമായി പോവുകയാണ്. സ്നേഹത്തിലുള്ള വിശ്വാസമുണ്ട്, യേശുവിനുള്ള സ്നേഹമുണ്ട്. ആ സ്നേഹം കൊണ്ട് വിശ്വസിക്കുന്നു. ഇവിടെ അത് പത്രോസിന് അനുഭവം അതായിരുന്നു. അവൻ യേശുവിനെ കണ്ട യേശു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എടുത്ത് ചാടി. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, കാറ്റ് വീശുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു, നിൽക്കുന്നത് വെള്ളത്തിന് മുകളിലാണ് നിൽക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞു. അവിടെ അവന് വിശ്വാസം ചോർന്നുപോയി. അവിടെ യേശു പറയാണ്, ജീവിതത്തിൽ ഏതെല്ലാം പ്രശ്നങ്ങൾ വന്നാലും പതറിപ്പോകാതിരിക്കുവാൻ, ഉറച്ചു നിൽക്കുവാൻ നിന്റെ ആത്മീയ ജീവിതം എപ്പോഴും ആഴത്തിൽ കുഴിച്ച് അത് പാറമേൽ അടിസ്ഥാനമിട്ടുള്ള ഒരു ഭവനം പോലെ ആണെങ്കിൽ ഒരിക്കലും നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഹല്ലേലൂയ. നമുക്കുണ്ടാകേണ്ടത് ആ ഒരു രൂപാന്തരീകരണമാണ്. അപ്രകാരം ദൈവമേ, എൻ്റെ ആത്മീയ ജീവിതം അത് ആഴത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ അടിസ്ഥാനമിട്ട് വചനത്തിൽ പടുത്തുയർത്തപ്പെടുന്ന ഒരു ആത്മീയ ജീവിതം എനിക്കുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസം തകർക്കാൻ ആർക്കും പറ്റില്ല. ലോകത്തിലെ പ്രശ്നങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. കാറ്റടിക്കും, കൊടുങ്കാറ്റടിക്കും, വെള്ളപ്പൊക്കമുണ്ടാകും, തിരമാലയൊക്കെ വരും. ഇതുപോലെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. യേശു എന്താ പറഞ്ഞത്?
ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിതവന്റെ ആ ഭവനത്തെ ഇളക്കുവാൻ ഒന്നിനെ കൊണ്ടും സാധിച്ചില്ല. എന്നാൽ അടിസ്ഥാനമില്ലാതെ ആഴത്തിൽ കുഴിക്കാതെ വെറും മണലപ്പുറത്ത് ഭവനം പണിതു, വെള്ളപ്പൊക്കമുണ്ടായി എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ കടന്നു പോന്നു. കാറ്റടിച്ചു, കൊടുങ്കാറ്റടിച്ചു, മഴ പെയ്തു, ആ വീട് നിലം പതിശായിപ്പോയി. ഒരുവന്റെ ആത്മീയത തകർന്നു പോവുകയാണ്. അവിടെ ഒരു വിശ്വാസവുമില്ല. പത്രോസ് പറ്റിയതാണ് ഇപ്പോൾ എടുത്ത് ചാടി ആവേശത്തില്. പക്ഷെ അവന്റെ ഉള്ളിൽ ഉറപ്പുള്ള വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതേ പത്രോസ് തന്നെയാണ് അവനെ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ വായിക്കുന്ന അപ്പോസ്തല പ്രവർത്തനം 4 വായിക്കുന്നുണ്ട്, യേശുവിന്റെ നാമത്തിൽ മേലിൽ പ്രസംഗിക്കാൻ പാടില്ല, രോഗികളെ സുഖപ്പെടുത്താൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ ആരാണ്? യേശുക്രിസ്തുവിനെ വധിക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ച കയ്യപ്പാസും അന്നാസും എന്ന പുരോഹിതന്മാര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് ചോദിക്കുകയാണ്, ദൈവത്തെക്കാൾ ഉപരി ഞങ്ങൾ മനുഷ്യരെ അനുസരിക്കുന്ന ന്യായമാണോ? നിങ്ങൾ അനുസരിക്കേണ്ട ദൈവത്തെ ഞങ്ങൾ ആരെ അനുസരിക്കേണ്ടത്? നിങ്ങൾ ദൈവത്തെ അനുസരിക്കണം, നിങ്ങൾ മനുഷ്യരെ അനുസരിക്കണമോ? പത്രോസ് പറയാണ്, നിങ്ങൾ അനുസരിക്കേണ്ട ദൈവത്തെ അനുസരിക്കേണ്ട, നിങ്ങളെ അല്ല. എവിടുന്ന് വന്നു ധൈര്യം, ശക്തി എവിടുന്ന് പോന്നു? അന്ന് യേശുവിനെ കണ്ടുകൊണ്ട് എടുത്ത് ചാടിയവൻ, തിരമാലയും വെള്ളവും കണ്ടപ്പോഴും പേടിച്ചു പോയവൻ, മുങ്ങിപ്പോയി, നിലപിടിച്ച് രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് അവൻ്റെ ഹൃദയം ഇപ്പോൾ എവിടെ? പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ, ദൈവത്തിന് വചനം പാകപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതൊരു പാറയായി മാറി അവൻ്റെ ഹൃദയ വിശ്വാസ ജീവിതം. അവിടെ ഒന്നിനും അവനെ ഭയപ്പെടുത്താൻ സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ ജീവിതം അത് ദൈവത്തിൻ്റെ വചനത്തിലല്ല പടുത്തുയർത്തപ്പെടുന്നതെങ്കിൽ, ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, പരിശുദ്ധ മറിയം ദൂതൻ പറഞ്ഞ ഒരു വാക്കിലാണ് മുറുകെ പിടിച്ചത്. പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതം എന്താ ഓർത്ത് നോക്കിയോ? വിവാഹം കഴിക്കാതെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് സമൂഹത്തിന് മുമ്പിൽ കടന്നില്ലെന്ന അവസ്ഥ. മോശയുടെ നിയമപ്രകാരം പിടിക്കപ്പെട്ടാൽ കല്ലെറിഞ്ഞ് കൊല്ലും, അപമാനിക്കപ്പെടും, വേശ്യയെന്ന് മുദ്ര കുത്തപ്പെടും. തൻ്റെ ജീവിതം മുഴുവൻ തീരുകയാണ് അവിടെ. അപ്പോൾ ആ മരണകരമായ ഒരു വലിയൊരു അവസ്ഥയെ മുമ്പിൽ കണ്ടപ്പോഴും ദൂതൻ പറഞ്ഞു, നത്തിങ് ഇംപോസിബിൾ ഫോർ ഗോഡ്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. മറിയം മുറുകെ പിടിച്ച വാക്ക് അതാണ്. അബ്രഹാത്തോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതി ഇസ്ഹാക്കുമായിട്ട് എന്നെ ഉടമ്പടി, അവനവന് സന്ധികളുമായി ഞാൻ ഉടമ്പടിയിൽ ഏർപ്പെടുമെന്ന് പറഞ്ഞു. അത് അബ്രഹാം വിശ്വസിച്ചു. എൻ്റെ മകൻ മരിച്ചാലും അവൻ എഴുന്നേറ്റിരുന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം ആ വചനം അബ്രഹാത്തെ ശക്തിപ്പെടുത്തി. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വാക്ക് മാറ്റമില്ല, മനുഷ്യൻ്റെ വാക്കിന് മാറ്റമുണ്ട്. ദൈവം സംസാരിച്ച വാക്കുകളാണ് ബൈബിളിലുള്ളത്. അത് മനുഷ്യൻ്റെ കഥകളല്ല. അതൊന്നും നാം അത് വിശ്വസിക്കണം. യേശു പറഞ്ഞ വാക്കുകളുണ്ട്, നാം വിശ്വസിക്കണം. അത് വായിച്ചു പോവുകയല്ലേ വേണ്ടത്. ദൈവമേ, ഇത് ഇന്ന് എൻ്റെ അവകാശമാണ് കർത്താവേ, ഈ വാഗ്ദാനം എൻ്റെ അവകാശമാണ് ദൈവമേ, അതെനിക്ക് കിട്ടിയ മതി. യേശു വാഗ്ദാനമല്ലേ? ചോദിപ്പീൻ ലഭിക്കും, മുട്ടുവീൺ തുറക്കപ്പെടും, അന്വേഷിപ്പീൻ കണ്ടെത്തും. ചോദിപ്പീൻ തരപ്പെടുന്നതാണ് വാഗ്ദാനം. ചോദിക്കണം, കാരണം ദൈവം തന്നേ പറ്റൂ. എന്തുകൊണ്ടാണ്? ആരാ ചോദിക്കാൻ പറഞ്ഞത്? ചോദിക്കാൻ പറഞ്ഞത് കർത്താവാണ്. അപ്പോൾ തരാൻ കഴിവുള്ളവനാണ് ചോദിക്കാൻ പറഞ്ഞത്, തരാൻ കഴിവില്ലാത്തവനല്ല. ഞാൻ അന്നങ്ങനെ പറഞ്ഞു പോയതാണ്, പറഞ്ഞു പോയെന്ന് പറയുന്നവനല്ല. നീ ചോദിക്കുക, ഞാൻ നിനക്ക് തരാമെന്ന് ധൈര്യമുള്ളവനാണ്, തരാൻ ശക്തിയും കഴിവുള്ളവനാണ് ചോദിക്കാൻ ആവശ്യപ്പെട്ടത്. ഹല്ലേലൂയ. നാം ചോദിക്കണം ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവമേ നിന്റെ വാഗ്ദാനമാണിത്, അതേത് കാര്യമായിക്കൊള്ളട്ടെ. ഒത്തണം നമ്മൾ ചോദിക്കാം. ചോദിക്കാതെ വരുമ്പോൾ നമുക്ക് ലഭിക്കില്ല. എത്രയോ വാഗ്ദാനങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വാക്ക് നാം വിശ്വസിക്കുക. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് അടിസ്ഥാനം ഉണ്ടാകട്ടെ. അവിടെ ഏത് പ്രശ്നം കടന്നു വന്നാലും നമ്മളെ തകർക്കുവാനോ തോൽപ്പിക്കുവാനോ ഒരിക്കലും സാത്താന് സാധിക്കത്തില്ല. നാം വായിച്ചു കേട്ട വചനത്തിൽ, റോമാലേഖനത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ ഞങ്ങളോട് പറഞ്ഞു 6 ടിപ്പുകൾ നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട് വിശ്വാസത്തിൽ വളരുവാനായിട്ട്. അബ്രഹാത്തിന് ലഭിച്ച വാഗ്ദാനമാണ്, നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കുമെന്ന് പറയപ്പെട്ടതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. 1-ാമത്തെ പോയിന്റ് അതാണ്. പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നു. ഒരു സാധ്യതയുമില്ല. 100 വയസ്സായ അവൻ ശരീരം, അത് മൃതപ്രായമായി. സാറാ വന്ധിയാണ്, ഇതുവരെ മക്കളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ യാതൊരു പ്രതീക്ഷയുമില്ല, പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല. ഇപ്പോൾ ഡോക്ടർ പറയുകയാണ് ഒരു രക്ഷയില്ല. ആള് അറിയിക്കേണ്ടൊക്കെ അറിയിച്ചു. പക്ഷെ അവിടെയും ഒരുവൻ വിശ്വസിക്കാനുണ്ടെങ്കിൽ ഇല്ല, ദൈവം വിട്ടുകൊടുക്കില്ല. ആ ഒരു ഉറപ്പ് ദൈവത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കും.
അബ്രാഹാം വിശ്വസിച്ചു. പ്രതീക്ഷയ്ക്ക് സാധ്യമില്ലാതിരുന്നിട്ടും അവൻ പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. അവൻ്റെ ആ വിശ്വാസം ദൈവത്തിന് നിറവേറ്റി കൊടുക്കേണ്ടി വന്നു. അവൻ്റെ വിശ്വാസം ദൈവത്തിന് കണക്കിലെടുക്കേണ്ടി വന്നു. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറയുടെ ഉദരം മധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. എന്നിട്ട് പറയാ, അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. ദുർബലമായില്ല. എൻ്റെ വിശ്വാസവും ദുർബലമാകില്ല. എപ്പോഴാണ് ദുർബലമാകുന്നത്? സംശയം വരുമ്പോഴാണ്. പത്രോസ് സംശയിച്ചു. ദുർബലമായ വിശ്വാസം ദുർബലമായി പോയി. ദൈവത്തിലെ വിശ്വാസം കുറഞ്ഞു പോകുമ്പോൾ വിശ്വാസം ദുർബലമാകും. അവിടെ മനസ്സ് ദുർബലമാവുകയാണ്. വിശ്വാസം ദുർബലമാകുന്നു, മനസ്സ് ദുർബലമാകുന്നു. എപ്പോഴാണ് മനസ്സിൽ ദൈവത്തിലെ വിശ്വാസം കുറഞ്ഞു പോകുന്നത്? സ്നേഹം കുറഞ്ഞു പോകുമ്പോഴാണ്. സ്നേഹം കുറഞ്ഞു പോകുമ്പോഴാണ്. യേശുവിനുള്ള സ്നേഹം കുറഞ്ഞു പോകുമ്പോൾ വിശ്വാസം കുറഞ്ഞു പോകും. എപ്പോഴാണ് സ്നേഹം കുറഞ്ഞു പോകുന്നത്? ബന്ധം കുറഞ്ഞു പോകുമ്പോഴാണ്. യേശുവുമായുള്ള ബന്ധം. എന്താ യേശുവുമായുള്ള ബന്ധം? എങ്ങനെയാണ് ബന്ധം ഉണ്ടാകുന്നത്? പ്രാർത്ഥനയിലൂടെയാണ്. എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എൻ്റെ ബന്ധം നഷ്ടപ്പെട്ടു. എനിക്ക് യേശുവുമായിട്ട് ബന്ധമൊന്നുമില്ല. ആ ബന്ധം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ സ്നേഹം നഷ്ടപ്പെടുകയാണ്. യേശുവുമായുള്ള സ്നേഹം, സ്നേഹത്തിൽ കുറവ് സംഭവിക്കുക. സ്നേഹത്തിൽ കുറവ് സംഭവിക്കുമ്പോൾ വിശ്വാസം കുറഞ്ഞുപോയി. അവിടെ മനസ്സ് ദുർബലമായി. അതിനെ നേരിടാൻ നമുക്ക് സാധിക്കില്ല പ്രിയപ്പെട്ടവരെ. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ പോഷകമുള്ള ആഹാരം കഴിക്കുന്നത് പോലെ, ടോണിക്ക് കുടിക്കുന്നത് പോലെ എൻ്റെ ആത്മാവിന് ഞാൻ പകർന്നു കൊടുക്കേണ്ട ദൈവശക്തിയാണ് വിശ്വാസം. അതെനിക്ക് ലഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെ മാത്രമാണ്. ഞാൻ എത്രമാത്രം വചനം വായിച്ചു പോയെന്ന് പറഞ്ഞാലും ശരി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരണം, ഞാൻ പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ ആത്മാവേ ഒന്ന് എന്നിൽ നിറയണമേ. ഞാൻ വചനം വായിക്കുമ്പോഴും ആ വചനം ആവശ്യം ധരിക്കപ്പെടണമെങ്കിൽ you should allow the Holy Spirit to come there. നീ അനുവദിക്കുക പരിശുദ്ധാത്മാവ് കടന്നു വരാനായിട്ട്. വിതൗട്ട് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൽ ഒന്നും സംഭവിക്കില്ല. പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്, വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ. നമുക്ക് വിശ്വാസം വേണം, നമുക്ക് അനുഗ്രഹങ്ങൾ വേണം, എല്ലാം വേണം. കർത്താവിന് വേണ്ടി സമയം മാറ്റിവെക്കുക, ഇരുന്ന് പ്രാർത്ഥിക്കുക, വ്യക്തിപരമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുക. എന്താ വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറയുന്നത്? എൻ്റെ ഹൃദയവും കർത്താവിൻ്റെ ഹൃദയവുമായി ചേർത്ത് വെച്ചുള്ള സംഭാഷണമാണ്. അതല്ലാതെ കർത്താവെ എനിക്കിന്ന് എനിക്ക് 10,000 രൂപ വേണം, എനിക്കിന്ന് ജോലിക്ക് പോകണം, എൻ്റെ മകന് വിദ്യാഭ്യാസം വേണം, അവളെ കല്യാണം നടക്കണം, ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടെ പോയി ഇരിക്കരുത്. അതെല്ലാം നീ മാറ്റിവേ. യേശു പറയുന്നുണ്ട്, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, എന്ത് ഭാഷയ്ക്കും എന്ത് പാനം എന്നോർത്ത് നീ അസ്വസ്ഥപ്പെടേണ്ടതില്ല. ഇതെല്ലാം നിനക്ക് ആവശ്യമാണെന്ന് നിന്റെ സ്വർഗസ്ഥനായ പിതാവ് പറയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അപ്പോൾ ബാക്കിയെല്ലാം നൽകപ്പെട്ടിരിക്കും. നമ്മൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട ആവശ്യമേ ഇല്ല. നാം പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ തന്നെ അടുക്കളയിൽ ചെല്ലുമ്പോൾ ഹൃദയം തുറന്നു കൊടുത്ത് ദൈവത്തോട് സംസാരിക്കണം, സ്നേഹം പങ്കുവെക്കണം. അവിടെ 2 സുഹൃത്തുക്കൾ ഒന്നിച്ചു കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യങ്ങൾ പറയുകയാണോ ചെയ്യുന്നത്? ഹൃദയം തുറന്നു കൊടുത്തുകൊണ്ട് സ്നേഹം പങ്കുവെക്കണം. അതാണ് പ്രാർത്ഥന. താൻ അടുക്കൽ പോയിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രഭാതത്തിൽ അതിനുവേണ്ടി മണിക്കൂറുള്ള സമയം മാറ്റിവെക്കണം. യേശുവോട് സംസാരിക്കണം. കുറവുകൾ കുറ്റം ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം. വിശദീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനെ ചോദിക്കണം. അങ്ങനെ ഒരു വ്യക്തിപരമായ ഒരു പ്രാർത്ഥന, ഒരു ബന്ധം. അതിനുശേഷമാണ് വചനവായനയും ജപമാല പ്രാർത്ഥനയും ഒക്കെ അതിന് ശേഷമുള്ളതാണ്. അതിലെല്ലാം ഉപരിയാണ് യേശുവുള്ള വ്യക്തിബന്ധം, വ്യക്തിപരമായ ഹൃദയം തുറന്നുള്ള സംഭാഷണം. അത് നമുക്ക് വളർത്തിയെടുക്കണം. നമ്മൾ പ്രിയപ്പെട്ടവരെ, ആ ഒരു ബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ സ്നേഹമുണ്ടാകും. യേശുവിൽ നിന്ന് പുറപ്പെടുന്ന സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മളിലേക്ക് പകരപ്പെട്ട് നമുക്ക് യേശുവിനെ സ്നേഹിക്കാൻ സാധിക്കും. യേശുവിനെ സ്നേഹിക്കാൻ സാധിക്കുമ്പോൾ നമുക്ക് യേശുവിൽ വിശ്വാസമുണ്ടാകും. വിശ്വാസമുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിന് ധൈര്യമുണ്ടാകും, ശക്തിയുണ്ടാകും, നമുക്ക് മുന്നോട്ട് പോകാൻ ധൈര്യമുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതല്ല സംഭവിക്കും. നാം ജീവിക്കുന്ന ലോകത്തിൽ നമ്മുടെ മനസ്സിനെ ദുർബലമാക്കുവാൻ എപ്പോഴും പ്രശ്നങ്ങൾ കൊണ്ടുവരും പിശാച്. അസ്വസ്ഥത കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? ടെൻഷനാണ് എപ്പോഴും മനസ്സിൽ. എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? ഓരോ പ്രഭാതവും ആരംഭിക്കുമ്പോൾ അടിസ്ഥാനം ഇടട്ടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ അല്പസമയം കർത്താവിന് കൊടുക്കുക. യേശുവിനോട് കൂടി തിരിക്കുക. ഒറ്റയ്ക്ക് ഈശോയുടെ പ്രാർത്ഥിക്കുക. അവിടെ നിനക്ക് പരിശുദ്ധാത്മാവിലെ ആ സാന്നിധ്യം കടന്നു വരട്ടെ. ചോദിക്കുക, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. ദൈവത്തെ ആത്മാവ് കടന്നു വരും.
അങ്ങനെ ഒരു വ്യക്തിബന്ധം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ തന്നെ വിശ്വാസ ജീവിതം തകർക്കാൻ ദൈവം ആരും അനുവദിക്കില്ല. പക്ഷെ നമുക്ക് കർത്താവുമായിട്ട് വ്യക്തിബന്ധം ഇല്ലാതെ പോകുന്നതുകൊണ്ട് സംഭവിക്കുന്നു, മനസ്സ് ദുർബലമായി പോകുന്നു. വചനം പറഞ്ഞിരിക്കുകയാണ്, 100 വയസ്സായ തൻ്റെ സാധാരണ ശരീരം ഉദരമന്ധ്യമാണെന്നും അറിയാമായിരുന്നതും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. സത്യങ്ങളെല്ലാം അറിയാം, ഒരു പ്രതീക്ഷയ്ക്ക് പോലും വകയില്ല. കാരണം സാറ വന്ധിയാണ്, ഇത്രയും പ്രായമുണ്ട്, ഒരു ചാൻസ് പോലും പറയാനായിട്ടില്ല, ഒരു സാധ്യതയുമില്ല. എന്നിട്ട് പോലും അവരുടെ വിശ്വാസം ദുർബലമായില്ല. ഹല്ലേലൂയ. കയ്യിൽ ഉയർത്തിപ്പിടിക്കാം സ്വർഗത്തിലേക്ക്. ദൈവമേ, എൻ്റെ മുമ്പിൽ എല്ലാ അവസ്ഥകളും ഉണ്ടായിട്ട് പോലും പലപ്പോഴും വിശ്വാസമില്ലായ്മയിലൂടെ എൻ്റെ മനസ്സ് ദുർബലമാക്കപ്പെട്ട്, വിശ്വാസം നഷ്ടപ്പെട്ട്, വിശ്വാസം തകർക്കപ്പെട്ട്, കർത്താവേ ഞാൻ എത്രയോ തകർന്നു പോകുന്നു, എത്രയോ താങ്കൾ അകന്നു പോകുന്നു. കർത്താവേ, ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ അയച്ച് ദുർബലമായ എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ, എൻ്റെ വിശ്വാസത്തെ ബലപ്പെടുത്തണമേ, എൻ്റെ വിശ്വാസം ഉറപ്പിക്കണമേ, എന്നെ ആഴത്തിൽ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, എൻ്റെ ആത്മീയ ജീവിതം അത് ആഴത്തിൽ കുഴിക്കപ്പെട്ട് പാറമേൽ അടിസ്ഥാനപ്പെട്ട ഭവനം പോലെ കർത്താവേ, എൻ്റെ ജീവിതം അപ്രകാരം പടുത്തുയർത്തപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആഴമായ വിശുദ്ധീകരണം സംഭവിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് എൻ്റെ ജീവിതത്തെ പടുത്തുയർത്തുവാൻ എന്നെ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ. വ്യക്തിപരമായ പ്രാർത്ഥനകളിലൂടെ, തിരുവചനങ്ങളിലൂടെ ശക്തി പ്രാപിക്കാൻ എന്നെ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ. ഇതാ ദുർബലമായി പോയ എൻ്റെ മനസ്സിനെ, എൻ്റെ ആത്മാവിനെ അങ്ങിപ്പോൾ ശക്തിപ്പെടുത്തണമേ. സൂചിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയെ സ്തുതിക്കുന്നു. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ മനസ്സിനെ ദുർബലമാകാൻ വിട്ടുകൊടുക്കരുതേ, എന്നെ വിട്ടുകൊടുക്കരുതേ, എൻ്റെ മനസ്സ് ദുർബലമാകാൻ അനുവദിക്കരുതേ. പരിശുദ്ധാത്മാവിലൂടെ എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ ബലപ്പെടുത്തണമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. അപ്പാ സ്തുതിക്കുന്നപ്പാ, സ്തോത്രം മഹത്വം. ഹല്ലേലൂയ. ശക്തിപ്പെടുത്തണമേ, ധൈര്യപ്പെടുത്തണമേ. എന്റെ മനസ്സ് ദുർബലമാകാൻ വിട്ടു കൊടുക്കരുതേ. പരിശുദ്ധാത്മാവേ, ശക്തി പകരണമേ, ധൈര്യം പകരണമേ, വിശ്വാസം ഉറപ്പിക്കണമേ. മനസ്സിന് ധൈര്യമുണ്ടാകട്ടെ, വിശ്വാസം ഉറക്കട്ടെ, വിശ്വാസം ഉണ്ടാകട്ടെ. എന്റെ ആത്മീയ ജീവിതം പാറമേൽ പണിയപ്പെട്ട ഒരു ഭവനമായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊടുങ്കാറ്റടിച്ചാലും കാറ്റടിച്ചാലും വെള്ളപ്പൊക്കമുണ്ടായാലും ഏത് പ്രശ്നം വന്നാലും കർത്താവെ നേരിടുവാൻ, ഉറച്ചു നിൽക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ആരാധിക്കുന്ന ദൈവമേ, നന്ദി പറയുന്ന അങ്ങ് മഹത്വപ്പെടുത്തുന്നപ്പാ. ഗ്ലോറിയ, 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 ഗ്ലോറിയ. സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം, മഹത്വം കർത്താവേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. രണ്ട് കൈകളും ശിരസിൽ വയ്ക്കുക. പരിശുദ്ധാത്മാവിലൂടെ ദൈവശക്തി ഇറങ്ങി വരട്ടെ. ഇതിന് ദുർബലമായ മനസ്സിന് ശക്തി ലഭിക്കട്ടെ, ജീവനുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ. എല്ലാ തിന്മയും തന്നെ വിട്ടുപോകട്ടെ. ആമേൻ. ഗ്ലോറി. എന്നുയിരാണ് ഉയരാണ് ഉയരാണ് യേശു. എന്നുയിരാണ് ഉയരാണ് ഉയരാണ് യേശു. എന്നുയിരാണ് യേശു. എന്നുയിരോട് കലന്തീരന്നുയിരേ ഞാനമ്മ തുതിപ്പേ.